ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം മഴയും തണുപ്പും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര കാറ്റുമാണ് കേട്ടോ. അപ്പം എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ദിനുവിന് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. പാത്തുവിന് അവധിയാണ്. സാറ്റർഡേ ആണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ മിക്കപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ക്ലീനിങ്ങിൻ്റെ ടൈമിൽ തലേന്ന് രാത്രി തന്നെ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇപ്പോൾ കിച്ചൺ ആണെങ്കിലും വീടാണെങ്കിലും അത്യാവശ്യം എല്ലാം നീറ്റാക്കിയിട്ട് നമ്മൾ രാത്രി കിടക്കുകയാണെങ്കിൽ രാവിലെ നമുക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ ജോലികൾ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് തന്നെ ഒന്ന് റീഫ്രഷ് ആകും. അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കൂടി കിടക്കുകയും വൃത്തിയില്ലാണ്ട് കിടക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ജോലിയൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല. വീണ്ടും നമ്മൾ മടി പിടിക്കും. അപ്പം നമ്മുടെ ലൈഫിനെ ഈസി ആക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് രാത്രി എല്ലാം ക്ലീൻ ചെയ്തിട്ട് കിടക്കുക എന്ന് പറയുന്നതും. അതുപോലെ തന്നെ രാവിലെ ഇച്ചിരി നേരത്തെ എണീക്കുക എന്ന് പറയുന്നതും. രാവിലെ നേരത്തെ എണീറ്റാൽ കിട്ടുന്ന ഒരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ആ സമയം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ നമുക്ക് ജോലികളൊക്കെ തീർത്തിട്ട് സമാധാനമായിട്ട് ജോലിക്ക് പോകാനായിട്ടും പറ്റും. അതിപ്പോൾ ഈക്വലായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈക്വലായിട്ട് ചെയ്യണം. അതും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ രാവിലെ ഞാൻ ആദ്യം തന്നെ അരി ഒന്നുകൂടി എടുത്ത് റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് റെഡിയായി കിട്ടും. പിന്നെ ഇന്ന് വെക്കുന്നത് മത്തങ്ങ എരിശ്ശേരിയും ചേന മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അതിനായിട്ട് മത്തങ്ങ എടുത്തിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് ഒത്തിരി ഹാർഡാണ്. അപ്പോൾ സൂക്ഷിച്ച് നമ്മൾ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈയൊക്കെ മുറിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ഒരു മത്തങ്ങ നെക്കൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി വെള്ളം വേണ്ട. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 വിസിലൊക്കെ അടുപ്പിക്കുക. അപ്പോഴത്തേക്കും മത്തങ്ങ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് ഇതിന് വേണ്ട അരപ്പൊക്കെ റെഡിയാക്കാം. അതുപോലെ ചേന മെഴുക്കുവരട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ വെക്കാറുണ്ട്. 2 തേങ്ങ ഒന്നിച്ച് ചിരണ്ടി അത് ഫ്രീസറിൽ വെക്കും. അത് തീരുമ്പോൾ അടുത്ത 2 തേങ്ങ ചിരണ്ടി വെക്കും. എപ്പോഴും അങ്ങനെ കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ കുറച്ചെടുത്തിട്ട് ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിലേക്കാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 30 സെക്കൻഡ്സ് ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കും. അപ്പോൾ ആ ടൈമിൽ കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, മത്തങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോറും അവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അപ്പം എന്തെങ്കിലുമൊക്കെ അഴുക്കാവുന്ന തുടച്ച് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ചേനയൊന്ന് മുറിക്കാനായിട്ട് പോകട്ടോ. അപ്പോൾ ചേന എടുത്തു കഴിയുമ്പം എനിക്ക് കൈ ഭയങ്കരമായിട്ട് ചൊറിയും. എല്ലാവർക്കും ചൊറിയാറുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ എപ്പോഴും ചേന മുറിക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഗ്ലൗസ് ഇട്ടിട്ടാണ്. അങ്ങനെ ഞാൻ ചേന എല്ലാം ക്ലീൻ ചെയ്ത് പീസാക്കി കട്ട് ചെയ്തിട്ട് അത് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 70% അത് കുക്കായി വരണം. അപ്പോൾ അതവിടെ ഇരുന്ന് കുക്കാകട്ടെ. ആ ടൈം കൊണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊന്ന് വാർത്തിടുകയാണ് കേട്ടോ. അപ്പം ചോറ് വാർത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കഞ്ഞിവെള്ളമൊക്കെ കുറച്ച് വീണായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പോൾ തന്നെ ഒന്ന് തുടച്ച് മാറ്റുക. പിന്നെ ആകുമ്പോഴത്തേക്കും നമുക്ക് പണി കൂടുതലാകും. അതുപോലെ പാത്രങ്ങളാണെങ്കിലും അപ്പം ആകുന്ന പാത്രങ്ങൾ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ ആ പാത്രങ്ങളും കൂടെ കഴുകിപ്പോയാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ജോലി തോന്നത്തില്ല. പിന്നെ ദിനു എണീറ്റ് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാപ്പിയൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ദിനുവിന് ഇന്ന് ത്രോട്ട് പെയിനും ചുമയൊക്കെ ആയിട്ട് നടക്കാനൊന്നും പോയിട്ടില്ല. അപ്പം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ അതിന് പോകണ്ടാത്തതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ സമയമെടുത്ത് ചെയ്താൽ മതി. ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കാറുണ്ടായിരിക്കും അവരുടെ ലൈഫൊക്കെ എത്ര ഹാപ്പിയാണ്, എത്ര സന്തോഷമായിട്ടാണ് പോകുന്നതെന്ന്. അതിലെനിക്ക് പറയാനായിട്ടുള്ളത് ചിലർ എല്ലാ ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് കാണിക്കാറുണ്ടായിരിക്കാം. ചിലർ അവരുടെ സന്തോഷകരമായ കാര്യങ്ങൾ മാത്രമേ കാണിക്കാറുള്ളായിരിക്കാം. നിങ്ങൾ കാണുമ്പം ഞാനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ഫുള്ള് ഷൂട്ട് ചെയ്യുമ്പോൾ അതിലൊരു 40% വരെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. നമ്മൾ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ പ്രൈവസി എപ്പോഴും നമുക്ക് പ്രധാനമാണ്. അപ്പോൾ അത് പ്രൈവസി നമ്മൾ അതുപോലെ തന്നെ വെക്കാറുണ്ട്. നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ മതി. അതേസമയം ഇതിൻ്റെ പിറകിൽ ചിലപ്പോൾ നമുക്ക് ദുഃഖങ്ങളുണ്ടാകാം, സങ്കടകരമായ കാര്യങ്ങൾ നടക്കാം. അതൊന്നും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ല. കാരണം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോഴാണ് നിങ്ങൾക്കും ഇഷ്ടം. നമ്മളൊരു സ്റ്റാറ്റസ് ആണെങ്കിൽ പോലും പൊതുവേ ഇടുന്നത് നമുക്കെപ്പോഴും സന്തോഷം വരുമ്പോഴായിരിക്കും. സങ്കടം വരുന്ന കാര്യങ്ങൾ നമ്മളൊന്നും പൊതുവേ മറ്റുള്ളവരുമായിട്ട് അറിയിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല. അതേസമയം ചിലരുണ്ട് കേട്ടോ, എല്ലാം ഷൂട്ട് ചെയ്ത് കാണിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ എനിക്ക്
ഈ ഒരു രീതിയോടാണ് ഇഷ്ടം. നിങ്ങളെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുക എന്നുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വീഡിയോ കണ്ടിട്ട്, അതിപ്പോൾ ഏത് വീഡിയോ ആണെങ്കിലും അത് കണ്ടിട്ട് അവരെ ജഡ്ജ് ചെയ്ത് അവരിങ്ങനെ ആയിരിക്കുമെന്ന് തീരുമാനിക്കരുത് കേട്ടോ. എല്ലാവരെയും പോലെ അവർക്കും സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞതായിരിക്കും അവരുടെ ജീവിതവും. എപ്പോഴും സന്തോഷം മാത്രമായിരിക്കില്ല, അതുപോലെ തന്നെ എപ്പോഴും സങ്കടം മാത്രമായിരിക്കില്ല. പിന്നെ ജീവിതം ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിലാണെങ്കിലും ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫാമിലി ലൈഫിലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അതായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് എരിശ്ശേരിയിലേക്ക് വരാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും മത്തങ്ങയൊക്കെ വെന്ത് വന്നു. അപ്പോൾ മത്തങ്ങ ഞാനൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഉടച്ച് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട, പക്ഷെ ഞാനെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ചേനയാണെങ്കിലും കുക്കായി വരുന്നുണ്ട്. അത് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോഴോ ഒന്ന് മുറിഞ്ഞ് വരണം. ആ ഒരു പരുവാകുന്നിടം വരെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് നമ്മൾ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വൻപയറോ ചെറുപയറോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പയറൊന്നും ആഡ് ചെയ്യുന്നില്ല, വെറുതെ മത്തങ്ങ മാത്രം വെച്ചിട്ടാണ് ചേർക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു അരപ്പ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പം ഇത് മുറിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം വാലാനായിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഈ ഒരു ചേന മാറ്റാവുന്നതാണ്. അതിൻ്റെ വെള്ളമൊക്കെ വാലാനായിട്ട് ചേന മാറ്റിയതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ മത്തങ്ങ എരിശ്ശേരിയിലേക്ക് വേണ്ട തേങ്ങയൊന്ന് വറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് ഒരു കൈപ്പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകിയത് അതേപടി ഒരു കൈപ്പിടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ തീയലിനൊക്കെ വറുക്കുകയല്ലേ, അതുപോലെ തന്നെ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2-3 വറ്റൽമുളക് നെടുകയും മുറിച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വറ്റൽമുളക് ആദ്യം ഇടാത്തത് ചിലപ്പോൾ വറ്റൽമുളകിൻ്റെ ആ കളറ് മാറി കറുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ചൊന്ന് തേങ്ങ വറുത്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തത്. ഇനിയിപ്പം ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക പാകത്തിനാണോ എന്ന്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പം ഒത്തിരി എരിവോടുകൂടി മത്തങ്ങ എരിശ്ശേരി നമുക്ക് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി മാത്രം ചേർത്തത്, പച്ചമുളക് ചേർത്തിട്ടില്ലായിരുന്നു. അങ്ങനെ എരിശ്ശേരി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചേന മെഴുക്കുവരട്ടി ആക്കാനായിട്ട് ഞാൻ ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ചേന മെഴുക്കുവരട്ടി നമുക്ക് പല രീതിയിലുണ്ടാക്കാം. സവോളയൊന്നും ചേർക്കാതെ തന്നെ ചേന വേവിച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സവോളയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമ്മൾ മെഴുക്കുവരട്ടി ഒന്ന് ഫ്രൈ ആക്കുന്നതെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാതെ ഓരോന്നും വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ഒഴിച്ചാൽ. ഇതിപ്പോൾ ഞാൻ ഉരുളിക്കകത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ദിനുവാണെങ്കിൽ വേസ്റ്റൊക്കെ കെട്ടി വെക്കുന്നുണ്ടായിട്ടോ ആ ടൈമിൽ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചേന ആയതുകൊണ്ട് ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. പകരം 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അത് മാറി വന്നു കഴിയുമ്പം ചേന വേവിച്ചിട്ടുണ്ടായിരുന്നത് സ്ട്രെയിൻ ചെയ്ത് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഓവറായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ എണ്ണ കുറവാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം നമ്മൾ ഇളക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് 1-2 തവണ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ തലേന്ന് ബീഫ് കറി വെച്ചതിൽ കൂട്ടി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ബീഫുമാണ്. അപ്പോൾ ചേന മെഴുക്കുവരട്ടി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിക്കാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും കേട്ടോ. കാരണം ഉരുളി ആയതുകൊണ്ട് ചൂട് ഭയങ്കര കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം എണ്ണ ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ മെഴുക്കുവരട്ടി ഓഫ് ചെയ്യാണ്. ഉപ്പും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തങ്ങ എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ
കോമ്പിനേഷൻ എന്ന് പറയുന്നത് മത്തങ്ങ എരിശ്ശേരി, അതുപോലെ തന്നെ ചേന മെഴുക്കുവരട്ടയും, പിന്നെ ബീഫ് കറി വെച്ചത് തലേന്ന് ഇരിപ്പുണ്ടായിരുന്നത് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും എണ്ണയൊക്കെ ഒഴിച്ച് കുരുമുളകും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ദിനുവിന് കൊടുത്തു വിടാനുള്ള ലഞ്ചെല്ലാം ഞാൻ പാക്ക് ചെയ്യുകയാണ്. ചോറും എരിശ്ശേരി, ബീഫ് കറി, മെഴുക്കുവരട്ടി ഇത്രയും എടുത്ത് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുട്ടുണ്ടാക്കിയാൽ മതി. പിന്നെ അപ്പം കിച്ചൺ ക്ലീൻ ആക്കി പോവുകയാണെങ്കിൽ അത്രയും എളുപ്പം. ഞാനത് വീണ്ടും പറയുകയാണ്. അങ്ങനെ പുട്ട് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ വ്ലോഗിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഞാൻ എങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഈ ഒരു പുട്ടുപൊടിയാണെങ്കിൽ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ അല്ലാണ്ട് പറയുകയാണ്, യൂസ് ചെയ്തിട്ട് നല്ലതായതുകൊണ്ട് പറയുകയാണ്. നമുക്ക് കറികളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അത്ര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പുട്ടും ബീഫും കൂടെ ഇതിന് കഴിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഞാനും ഇരുന്നു. പാത്തു എന്തായാലും നല്ല ഉറക്കമാണ്, അവധി ആയതുകൊണ്ട്. അപ്പോൾ പാത്തു എണീക്കുമ്പോൾ അവൾക്ക് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ. വീക്കെൻഡിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റാറുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിലാണ് നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇതിന് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. സാറ്റർഡേ അവർക്ക് ഫോർമൽ വെയർ വേണ്ട, കാഷ്വൽ വെയർ ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ അങ്ങനെ കാഷ്വൽ വെയർ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ ദിനു എന്തായാലും പോകാനായിട്ട് ഇറങ്ങി. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വിൻഡോ കിടന്ന് അടിക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തൂസ് എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ പാത്തു എണീറ്റ് വന്നിട്ട് അപ്പയെ അന്വേഷിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഇനി ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കിടക്കുകയാണ് സോഫായിൽ തന്നെ. നമ്മളുടെ സ്ഥിരം പരിപാടിയാണ്, എണീറ്റ് വന്നിട്ട് സോഫായിൽ കുറച്ച് നേരം ഒന്ന് കിടക്കും. അപ്പോൾ തണുപ്പായതുകൊണ്ട് കേട്ടോ സോക്സൊക്കെ ഇടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞ് അവളെ കൊണ്ടുപോയി മേലൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും സോക്സൊക്കെ ഇടിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുട്ടായതുകൊണ്ട് ഞാൻ അവൾക്ക് വാരി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കുറേ സമയം അവിടെ ഇരിക്കും. അതുകൊണ്ട് പുട്ടൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കുഞ്ഞു പാത്രങ്ങളിലേക്ക് മാറ്റി പാത്രങ്ങളൊക്കെ ഒതുക്കി എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചൺ സ്ലാബ്, സ്റ്റൗ ടോപ്പ്, ടൈല്, അതുപോലെ വാഷ് ബേസിൻ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ റൂമും ഹോളും ഒക്കെ ക്ലീൻ ചെയ്യായിരുന്നു. ബെഡ്ഷീറ്റൊന്നും മാറ്റണ്ടായിരുന്നു, അതുകൊണ്ട് ഈസി ആയിട്ട് ക്ലീനിങ് പറ്റി. അപ്പം ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമാണ് കുറച്ചും കൂടെ സമയം എടുക്കുക. അപ്പം ഞാനൊരു 3-4 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റാറ്. അപ്പോൾ അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കുക്കിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കാര്യങ്ങൾ പാത്തുവിൻ്റെ കൂടെ ഇരിക്കുക. അതുപോലെ തന്നെ പാത്തുവിനിപ്പം ക്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്ലേ വെച്ചിട്ടുള്ള ഓരോരോ ഷേപ്സ് ഉണ്ടാക്കലാണ് മെയിനായിട്ടുള്ള പരിപാടി. അതുപോലെ പടം വരയ്ക്കാനും ഒരു ഇൻട്രസ്റ്റൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാത്തുവിൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കാനും അതുപോലെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള സമയമാണ് ഇനി എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളോടൊപ്പം അമ്മമാരും ഓരോന്ന് പഠിക്കുമെന്ന് പറയുന്നത് വളരെ സത്യമാണ്. എനിക്കില്ലാത്തൊരു കഴിവാണ് ഈ പടം വരയ്ക്കാനോ അല്ലെങ്കിൽ ഓരോ ഷേപ്പൊക്കെ ഉണ്ടാക്കാനോ. പക്ഷേ ഇപ്പം ഞാനും അതൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ബട്ടർഫ്ലൈ ആണ് ഉണ്ടാക്കുന്നത് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.